ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അരുൺസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേതൊരു കുക്കിംഗ് വ്ളോഗാണ്. ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കും ഒന്നുണ്ടാക്കാം. ആദ്യമായിട്ട് ചീനിച്ചട്ടി വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടുക. നമ്മൾ എത്ര മുട്ടക്കറിയാണോ ചേർക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ സവോള എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് എണ്ണം പറയാത്തത്. ഞാനിവിടെ 3 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടുന്നതാണ്. സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു പച്ച ചുവയും പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് അതിനാവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക. അപ്പോൾ നമ്മുടെ എരിവ് അനുസരിച്ച് വേണം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും തന്നെ കുക്കിംഗ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ജോലി കിട്ടുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ കേരളത്തിനകത്തോ പുറത്തൊക്കെ ആവാം. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് എത്ര നാൾ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കഴിക്കണമെങ്കിൽ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുപോലെ ഒരു 3 ചെറിയ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇവിടുത്തെ പച്ചമുളകിന് ഒട്ടും തന്നെ എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ചേർത്തിട്ടുള്ളത്. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. മുട്ടക്കറി നമുക്ക് പല രീതിയിൽ പല സ്റ്റൈലിൽ നമുക്കുണ്ടാക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ റൂംമേറ്റാണ് പറഞ്ഞത്, എടാ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണെന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് എൻ്റെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കുക. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ചൂടുവെള്ളം ഇല്ല എന്നോർത്തൊന്നും സങ്കടപ്പെടുന്നു വേണ്ട, പച്ചവെള്ളം ചേർത്താലും മതി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നതോടെ വന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുട്ട നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിലെ മഞ്ഞക്കരി പൊട്ടാതെ ശ്രദ്ധിക്കുക. ഞങ്ങളിപ്പോൾ 2 പേരുള്ളത് കൊണ്ട് 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ഒരു മുട്ടക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ബാച്ചിലേഴ്സിനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. മുട്ടക്കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.